ലൈംഗിക ആരോപണങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞു. രാവിലെ പാലക്കാട് നഗരത്തിലെത്തിയ രാഹുൽ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തും. ജില്ലയിലെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിന് ഒപ്പമുണ്ട്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹം പൊതുരംഗത്തേക്ക് വീണ്ടും ഇറങ്ങിയാണ്. വലിയ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടം പൊതുപ്രവർത്തന രംഗത്ത് തന്റെ മണ്ഡലത്തിൽ സജീവമാകാനാണ് നീക്കം. രാഹുലിന്റെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പോലീസ് സന്നാഹമുണ്ട്, വലിയ പ്രതിഷേധ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ വളരെ ജാഗ്രതയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്താണ് ഇന്നത്തെ രാഹുലിന്റെ നീക്കം? വളരെ അപ്രതീക്ഷിതമായി പൊടുന്നനെയാണല്ലോ രാഹുലിന്റെ ഈ നീക്കം. രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്നും സൂചനയുണ്ടായിരുന്നു. സജിത്ത്, 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാട് സ്വന്തം മണ്ഡലത്തിൽ എത്തിയിട്ടുള്ളത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. മുൻപ് നിയമസഭ ചേരുന്നതിനിടെ തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് വരുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു വിവരങ്ങൾ. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം പാലക്കാട് എത്തി. സെൽവപാളയത്തിലെ വീട്ടിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. തുടർന്ന് അദ്ദേഹം അടുത്തുള്ള വീടുകളിൽ സന്ദർശനം നടത്തുകയും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക സന്ദർശനമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. മാധ്യമങ്ങളെ കാണുമോ എന്ന ചോദ്യത്തിന് അത് MLA ഓഫീസിൽ നിങ്ങളെ അറിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യത്തിലും വ്യക്തമായ മറുപടി മാധ്യമങ്ങളെ കാണുന്ന കാര്യത്തിൽ നൽകിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് തെങ്കരയിലുള്ള PJ പൗലോസിന്റെ വീട്ടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയുണ്ട്. വലിയ തോതിൽ തന്നെ ഒരു പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ സുരക്ഷാ നടപടികളൊക്കെ തന്നെ അവിടെ ശക്തമാക്കിയിരിക്കുന്നത്. MLA ഓഫീസിന് സമീപത്തും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് സമീപത്തും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കണ്ടതാണ് പലവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എത്രമാത്രം സംഘർഷഭരിതമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം പക്ഷേ CPM രാഹുൽ മാങ്കൂട്ടത്തെ തടയില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് DYFI അതേപോലെ തന്നെ BJPയും ഒക്കെ മണ്ഡലത്തിൽ കാലുകുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിക്കില്ല എന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും യുവജന വിഭാഗങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ യുവജന വിഭാഗം DYFIയുടെ അതുപോലെ തന്നെ BJPയുടെ ഒക്കെ പ്രതിഷേധം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. 3 ദിവസം മുൻപും BJPയുടെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നില്ല. പക്ഷേ വലിയ പ്രതിഷേധങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും ഇടതുപക്ഷ പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും ഏത് സാഹചര്യവും നേരിടാൻ വേണ്ട വണ്ണമുള്ള സുരക്ഷാ സൗകര്യങ്ങളാണ്, സന്നാഹങ്ങളാണ് ഇപ്പോൾ പോലീസും പാലക്കാട് ഒരുക്കുന്നത്. സജിത്ത്. യെസ്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിലെത്തി. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പമുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക അംഗത്വമില്ലാത്ത രാഹുലിന് പാർട്ടിയുടെ യുവജന സംഘടനകളുടെ പിന്തുണയിലാണ് പോകുന്നത്. കോൺഗ്രസിനെ വിശദീകരിക്കാൻ പാടുപെടുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന കോൺഗ്രസിൻ്റെ നയവിശദീകരണ യോഗത്തിൽ ഇതിൽ വിശദീകരണം നൽകേണ്ടി വന്നത് VD സതീശനാണ്. പാർട്ടിയുടെ കൂട്ടായ തീരുമാനമാണ് ഇതിൽ ഉണ്ടായത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി രാഹുലിൻ്റെ നീക്കം നിർണായകമാണ്. എന്തായാലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവാൻ തന്നെയാണ് ഇക്കാര്യത്തിൽ നീക്കം. അനുമോദ, ഒരു കാര്യം കൂടി, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ ഒപ്പം ചേരുന്നത് ഇതിനെ എങ്ങനെ കോൺഗ്രസ് ന്യായീകരിക്കുമെന്ന വലിയ ചോദ്യമുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമല്ല, പക്ഷേ രാഹുലിന് എന്ത് സംരക്ഷണം ഒരുക്കും എന്ന ചോദ്യമാണ്. പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നതിന് സ്വാഭാവികമായും കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ വെല്ലുവിളികളെ എങ്ങനെയായിരിക്കും തരണം ചെയ്യുക? ഇത്തരം ആലോചനകൾ അവിടെ നടന്നിട്ടുണ്ട്. തീർച്ചയായും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ പാർട്ടിയുടെ അംഗത്വമില്ലാത്ത MLA ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ അദ്ദേഹം നിയമസഭയിൽ എത്തിയപ്പോഴും കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നിയമസഭ വിട്ടു പോയതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട VK ശ്രീകണ്ഠൻ MP ആകട്ടെ, അതേപോലെ തന്നെ DCC അധ്യക്ഷനാകട്ടെ, ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായി നിന്നുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ നേരിടുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുന്നു. എന്നാൽ കോൺഗ്രസ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസും KSU പോലെയുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതോടെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ യുവജന സംഘടനകളുടെയും മറ്റു പിന്തുണ ഉണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയുന്നു. എന്നാൽ നേരിട്ട് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടിയോ പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇതാണ് എന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. KC റിയാസുദ്ദീൻ